വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു വണ്ടി എടുക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാലോ ഏതാ ഗെയിമെന്ന്. ഞാനേ നീയില്ലേ എൻ്റെ ഗെയിം ഉണ്ടോന്നൊന്നും പറയണ്ട. എൻ്റെ ഗെയിമല്ല. ഷിൻജാനെ എനിക്ക് ഞാനൊരു വണ്ടി എടുത്ത് തരട്ടെ. സൈക്കിൾ മതിയോ? മതിയൊന്നു സൈക്കിളാ. എനിക്ക് ഗിയർ സൈക്കിൾ മതിയോ? ആ നിൻ്റെ ഷിൻജാനെ ഞാൻ അവിടെ ഇരിക്കുന്നേ. ഓ ഈ ജക്കറ്റ് ഷിൻജാനെ മര്യാദയ്ക്ക് വരുമെന്നാടാ. ഓക്കെ വാടാ ഒന്ന് വാടാ ഷിൻജാനെ. വാ ആ എൻ്റെ പുറകെ വന്നു. ഷിൻജാനെ പുതിയ വണ്ടി എടുക്കുന്നുണ്ടോ? ആ വണ്ടി നമ്മുടെയാ. ഫ്രണ്ടിൽ കിടക്കുന്ന നമ്മുടെ വണ്ടിയാടാ. ഈ കാറില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കള്ളൻ അടിച്ചോണ്ട് പോയി. നമ്മൾ എന്നാ അതാ ആ നമ്മുടെ അണ്ണൻ എടുത്തോണ്ട് പോയിട്ടാ. ഷിൻജാനെ നീ എന്നത്തിനാടാ ഇപ്പൊ കരഞ്ഞ്? സൗണ്ട് കേട്ടോ. നീ തിരിച്ചാണോ നിനക്ക് സൈക്കിൾ എടുത്തു തരാന്ന് പറഞ്ഞല്ലേ? അയ്യോ നമ്മളിപ്പോ വീട്ടിലല്ല പോകുന്ന, വണ്ടി പണിയാൻ പോവാ. ഷിൻജാനെ ഓ വണ്ടി ഒന്ന് ചെറുതായിട്ട് എടാ ഷിൻജാനെ നമ്മളിപ്പോ വണ്ടി പണിയാൻ പോവല്ലേ? നമ്മുടെ വണ്ടി ചെറുതായിട്ട് സ്ക്രാച്ചായി. പറഞ്ഞായിരുന്നു വേണോ അതോ? ആ ഇതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ സൈക്കിൾ കൊണ്ടുവന്ന് പണിതൊക്കെ തരാം. വീട്ടിൽ സൈക്കിൾ ഇരിപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ സൈക്കിൾ ഞാൻ കളഞ്ഞു. എനിക്ക് നീ വരുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ. നമുക്ക് നൈട്രോ ഇൻസ്റ്റാൾ ചെയ്താലോ? വീട്ടിൽ പോ ശരിയടാ. നമ്മളെ വണ്ടിയോ കണ്ടിട്ടില്ല. ഈ വണ്ടിയല്ലേ? വീട്ടിൽ പോവാം. നമ്മൾ നേരെ വീട്ടിൽ പോകാം. ഇതിൻ്റെ ഐസ്ക്രീം വേണമെന്നാണ് പറഞ്ഞത്. അതിനൊരു സൈക്കിളും ചെയ്തോ. ബൈക്കെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കാൻ പോയത്.
സൈക്കിൾ വാങ്ങുമ്പോൾ ഞാൻ നീ വരുന്നുണ്ടോടാ? നമ്മൾ കൊറിയർ വിളിച്ചു പറയുക, കുറച്ച് ദിവസം എടുക്കും. കുറേ നാളൊന്നുമില്ല, കുറച്ചുണ്ട്. എനിക്ക് നോർമൽ വേണോ അതോ കുറച്ച് കൂടിയത് വേണോ? രണ്ടെണ്ണം വാങ്ങിച്ചു തരാം. ചിന്താനെ ഞാൻ കൊറിയർ വന്ന് സൈക്കിൾ മാറിപ്പോയതോളാ. നിനക്ക് കുഞ്ഞിനല്ലേ വേണ്ടേ? ഞാൻ പോലെ സൈക്കിളൊക്കെ ഈ സൈക്കിൾ പോരടാ ചിന്താനെ. എടാ ഞാൻ ഇതിൻ്റെ കളർ മാറ്റിക്കൊണ്ട് വരണ്ടേ? അങ്ങനുണ്ട് വട്ടിക്കിട്ട് കൊടുക്കാലോ. ഫുഡ് വേണോ? ഇല്ല എടുത്തോണ്ട് വരാം. ഈ മഴ അത് പറയാനില്ലാതെ പനി പിടിക്കും. ഇങ്ങനെ കയറി നോക്കണം. ആ ഷോപ്പിൻ്റെ ഫുഡ് എടുക്കാം. അതെ കണ്ടോ ാണെങ്കിൽ കളിക്കാനും പോയി. ടി വി കണ്ടോണ്ടിരിക്കുക. നമുക്ക് ഷോപ്പിന് ഫുഡ് എടുത്ത് കൊടുക്കാം. ഷോപ്പിന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷോപ്പിന് നമ്മൾ വന്ന് കൊടുക്കും. അപ്പം നമുക്ക് ഈ ചിന്താൻ മേളിൽ പോയി നോക്കാൻ പോയി. ചിന്താൻ എവിടെ പോയാ? എവിടെ പറയാതെ പോവാം. ചെക്കനാ ടി വി കാണുന്നില്ല. എന്നാണ് പോയി പേടിയാണ്. ചിന്താനവിടെ പോയി. നമ്മൾ പാർക്കിയൊക്കെ പോയി നോക്കി കാണാനില്ല. ചെക്കൻ അവിടെ പോയിട്ട് സൈക്കിള് ഗ്യാരേജിൽ കൊണ്ടുപോയി. ഞാൻ സൈക്കിളിലേക്ക് പോയിട്ടാണ് അവിടെ പോയോ എന്തോ. ഷോപ്പിൻ്റെ കൂടെ വന്നിട്ടൊന്നും പോയി നോക്കാറുണ്ട്. ഷോപ്പിന് മണം പിടിക്കാനുള്ള വഴിയുള്ളതുകൊണ്ട് അത് സൈക്കിൾ മേടിച്ചു. ചക്കരേനെ കൊല്ലു. നമ്മൾ പോയി ഷോപ്പിനോട് ഷോപ്പേ നീ ചിന്താനെ കൊണ്ടോളാ. ഇതെല്ലാം ഞാനൊന്നും കൊണ്ടില്ല. ചിന്താനെ കാണാനില്ല. കുറേ നേരമായിട്ട് ഈ ചിന്താനെ കൊടുക്കും. കണ്ട് സൈക്കിളൊന്നും കാണാനുണ്ടല്ലോ. ചിന്താനെ നീ അവിടെ പോയി കിടക്കുമായിരുന്നു. ഞാൻ ഒരടി പറഞ്ഞിട്ടൊക്കെ പോകണ്ടേടാ. ഞാൻ ടി വി കാണുമെന്നല്ലേ പറഞ്ഞു. ഇനി ഇറങ്ങി ചോദിക്കാനും ചിന്താനെ നീ ഇപ്പൊ എവിടെയാ?
കാണുന്നില്ലേടാ? എന്നാ നമുക്കൊന്ന് കറക്കാൻ പറ്റും. ഐസ്ക്രീം തരാം. ഇത്ര ഉണ്ട് ഇതന്നെ मेरे लिए कुछ काम हो तो बताओ बेटा, आज बहुत बोर हो रहा हूँ. നല്ല വെയിൽ. ഇത് ഓറിയാണ്. കാറെടുത്തു. കുറെ നാളായില്ലേ കാറെടുത്തു. മറ്റേ കാറുണ്ട്. മറ്റേ കാറ് ഞാൻ പറയും ഇത് വെക്കാതെ ആദ്യം നീ ഒരു തുണി എടുത്തിട്ടോ ഈ വണ്ടി ഒന്ന് തുടക്കട്ടെ. ഞാൻ എടുത്ത് ഇങ്ങനെ മര്യാദയ്ക്ക് കഴുകാൻ സാധിക്കും. കടം ഞാൻ നമുക്ക് ഈ ഐസ്ക്രീം കിട്ടുന്നുണ്ട്. പാർക്കിൽ പോകണോടാ എനിക്ക്. ഡോറേമോൻ എല്ലാവരും അമ്മ വലിയ ഞാനപ്പം ഐസ്ക്രീം കഴിക്കാൻ പോകും. നീ എന്നെ കയറാത്തെ? ഞാൻ കയറി. ഞാൻ കണ്ടില്ല ഈ കുഞ്ഞു ശരീരം വെച്ച് ഇന്ന് കയറി. ഒന്നുമില്ല ഈ ഗെയിറ്റിനെ കൊണ്ട് ഞാൻ പോയി. നമ്മൾ ഇല്ലാത്തൊക്കെ തുറന്നു ഒരു CCTV വെക്കണം. ആരെങ്കിലും കയറുന്നുണ്ടോ? ചോറൊക്കെ നമ്മുടെ വീട്ടിൽ ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് പാർക്കിൽ പോയിട്ട് പാർക്കിൻ്റെ സൈഡിലാണ് നമ്മുടെ കട വരുന്നത്. ഈ വണ്ടിക്കാരനെ കൊണ്ട് ഞാൻ പോകും. ഈ പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കുമോ? നമുക്ക് കാണാം കുറച്ച് കാലം ഒറ്റക്ക് ജീവിക്കാം. ഇല്ലാതെ അപ്പം നിനക്ക് ഞാൻ ഐസ്ക്രീം സൈക്കിളൊക്കെ വാങ്ങിച്ചു തന്നില്ല. ഇമോഷണൽ ഡാമേജ് വരുത്തി. വണ്ടി തുറക്കാം. നിങ്ങളുടെ അപ്പുറത്ത് അങ്കോസും ആദ്യം ഈ വണ്ടി നമുക്കൊന്ന് പൊട്ടിച്ചാലും നീ ഇറങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പൊട്ടിക്കും. रास्ते से हटो, मुझे जल्दी है. സിഞ്ചാന് വണ്ടി വിട്ടിച്ച് സിഞ്ചാനും ചത്തുപോയി. സിഞ്ചാൻ ചത്തുപോയി. സിഞ്ചാൻ നമ്മളാണ് ആ സംഭവം. ഞാൻ ഇടുന്ന വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബൈ.